ഷാനിബ്, ഇപ്പോൾ ഞാൻ വിജയരാഘവന്റെ ചില പ്രസ്താവനകൾ വായിക്കാം. താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ SDPI പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്ന പാലക്കാട്ടെ ചിത്രം താങ്കൾ ആവർത്തിച്ചു പറയുന്നു. പക്ഷേ വയനാട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, 4 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ജയിച്ച തിരഞ്ഞെടുപ്പാണ്. അവിടുത്തെ വയനാട്ടുകളിലെ വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാരെയും അപമാനിക്കുന്ന പ്രസ്താവനയാണ് വിജയരാഘവൻ നടത്തിയത്. 2011 അദ്ദേഹം പറഞ്ഞ കാര്യം, പാണക്കാട് തങ്ങൾ വടക്കോട്ട് പോയാൽ കലാപം ഉറപ്പാണ്, അതിനുദാഹരണമാണ് കാസർഗോഡ് കലാപം എന്ന പ്രസംഗം. കുഞ്ഞാലിക്കുട്ടി തീവ്രവാദ ബന്ധമുള്ളവർക്ക് ലീഗിൽ അംഗത്വം നൽകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് 2011 2021 ന്യൂനപക്ഷ വർഗീയത അല്പം കൂടുതൽ തീവ്രമാണ് എന്ന് പറഞ്ഞു. പിന്നീട് പക്ഷേ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ അദ്ദേഹം തിരുത്തി. മലപ്പുറത്ത് ദേശീയപാത വിരുദ്ധ സമരം നടത്തുന്ന തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം പാണക്കാട് പോയത് മതാധിഷ്ഠിത രാഷ്ട്രീയ കൂട്ടുകെട്ട് ശക്തമാക്കാനെന്ന് അദ്ദേഹം പറഞ്ഞു. രമ്യ ഹരിദാസ് അനുഗ്രഹം വാങ്ങാൻ കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തേക്ക് പോയി. ആ പെൺകുട്ടിയുടെ കാര്യം എന്താകുമെന്ന് താൻ പറയുന്നില്ല എന്ന് പറഞ്ഞത് 2019 എല്ലായിടത്തും അപ്പുറത്ത് മുസ്ലിം നാമധാരിയാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗാണ്, അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷമാണ്. അല്ല, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഈ വിഷയത്തിലൊക്കെ പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിച്ചതുമാണ്. ഓരോ സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന വിഷയത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നു എന്നുള്ളതാണ്. എന്ന് കരുതി അദ്ദേഹം ഒരു വർഗീയവാദിയാണ് എന്ന് സ്ഥാപിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അതാണോ ഈ ചർച്ചയുടെ കാതലായി നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? ഷാനിബിന്റെ മനസ്സിലാക്കൽ പറയൂ, പാർട്ടിയുടെ നിലപാട് പറയൂ ഷാനിബ്. വിജയരാഘവന്റെ പ്രസ്താവന ശരിയാണോ? നിങ്ങൾ ഓരോ പ്രസ്താവന എടുത്ത് പരിശോധിച്ചാൽ ആ പ്രസ്താവനയെ കുറിച്ച് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്ന്, ഏത് രാഷ്ട്രീയ സാഹചര്യത്തിൽ പറഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അതിനെ കുറിച്ച് പറയാൻ. അല്ലാതെ ഇപ്പൊ ഒരു പൊതുയോഗത്തിൽ ഒരു കാര്യം, ഒരു വിഷയം, ഇപ്പൊ ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ പൊതുയോഗത്തിൽ ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെ അധികരിച്ചുകൊണ്ട് പറയുന്ന കാര്യവും പാർട്ടിയുടെ നിലപാടായി പാർട്ടി പറയുന്ന കാര്യവും തമ്മിൽ വലിയ വ്യത്യാസവും പിന്നെ അതിൽ വിശദീകരിക്കേണ്ടതായിട്ട് വരും. പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന കാര്യം കൂടുതൽ വ്യക്തമാക്കണമെങ്കിൽ കൂടുതൽ വ്യക്തതയോടുകൂടി പാർട്ടി നിലപാടായി പറയേണ്ടി വരും. പാർട്ടി നിലപാട് പറയുന്നത് വ്യക്തതയോടുകൂടി പാർട്ടി സെക്രട്ടറിയാണ് പറയുന്നത്. ഇവിടെ ഒരു വയനാട് നിന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ മലബാറിനെ രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗീയതയെ കുറിച്ച് അദ്ദേഹത്തിന് പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് MA ബേബി സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് പറയേണ്ടി വരും. ഇത് മനസ്സിലാക്കാതെയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പോൾ കാര്യം വ്യക്തമാക്കിയാൽ മതി. വയനാട്ടിൽ രാഹുൽ ആയാലും പ്രിയങ്ക ആയാലും ജയിച്ചത് വർഗീയ വോട്ട് കൊണ്ടാണ് എന്ന BJPയുടെ ആരോപണം CPIM ശരിവെക്കുന്നു ആണോ? 4 ലക്ഷത്തിൽ ചില്ലാനം വോട്ട് വർഗീയവാദികളുടെ വോട്ടാണ് എന്ന് ആണോ വിജയരാഘവൻ പറഞ്ഞതിന്റെ അർത്ഥം? വർഗീയവാദികളുടെ പിന്തുണ, ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണ്? SDPIയും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ സംഘടനകളാണ് എന്ന നിലപാട് കേട്ടോ? രാഹുൽ ഗാന്ധി അല്ലാതെ എങ്ങനെ ഡൽഹിയിലെത്താൻ എന്നാണ് ചോദിച്ചത്. എങ്ങനെ ഡൽഹിയിലെത്താൻ വർഗീയ വോട്ടില്ലെങ്കിൽ? അത് അദ്ദേഹത്തിൽ ആ പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പൊതുയോഗത്തിൽ ഒരു പ്രത്യേക പൊതുയോഗം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യില്ലേ ഷാനിബ്? അപ്പോൾ അവിടെ വിഷം കുത്തിവെക്കാമെന്നാണ്? പൊതുയോഗത്തിലാണോ വിഷം കുത്തിവെക്കേണ്ടത്? 4 ലക്ഷം വോട്ട് വർഗീയവാദികളുടെ വോട്ടാണെന്ന് സംബന്ധിച്ച ഈ തർക്കം അവസാനിക്കും. വർഗീയവാദികളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. വർഗീയവാദികളുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് പാലക്കാട് വളരെ വ്യക്തമായിരുന്നു. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ തന്നെയും പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന സഖ്യം അല്ലെങ്കിൽ ആ ഐക്യപ്പെടൽ അതൊരു പരസ്യ മുന്നണി എന്ന നിലയിലേക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്കും മറ്റേ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കും മാറുന്നു എന്ന രാഷ്ട്രീയ സൂചിപ്പിച്ചത്. രാജ്യത്താകെ തന്നെ മുസ്ലിം ന്യൂനപക്ഷം എത്രയുണ്ട്? അതിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി എത്രയുണ്ട്? താങ്കൾ പറയുന്നതിന്റെ അപകടം താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? ഒരു അപകടവുമില്ല. അത് സ്മൃതിയെ പോലെയുള്ള ആളുകൾ SDPIയെ പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെ മുഴുവൻ പറയുന്നതാണ് എന്നതിനെ വരുത്തി തീർക്കാൻ നിങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. SDPI അല്ല വിജയരാഘവൻ ഇവിടെ വിഷയമാകുമ്പോൾ വിജയരാഘവൻ SDPI മാത്രമല്ല പറയുന്നത്. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും പോലെയുള്ള വർഗീയ സംഘടനകളെ തന്നെയാണ് പറയുന്നത്. അതിന് എത്രയൊക്കെ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും എത്ര തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരാജയം സംഭവിച്ചാലും SDPIയോടും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയോടും മുസ്ലിങ്ങളോടുമുള്ള നിലപാട്
അത് കർക്കശമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പാർട്ടിയുടെ നേതാക്കൾ നമ്മളോട് ശരി. ഷിബു വിരാൻ വിജയരാഘവന്റെ നിലപാടിൽ, അതായത് ലീഗുമായി ബന്ധപ്പെട്ടായാലും ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.